ഹായ്, ഞാൻ സേതുനാഥ് പത്മകുമാർ. വിഫ്റ്റിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. ഡയറക്ഷനും സ്ക്രിപ്റ്റ് റൈറ്റിംഗും ആയിരുന്നു ഞാൻ ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിലും മറ്റു തലങ്ങളെ പറ്റിയും പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലായി. അത് വൺസ് ഞാൻ എൻ്റെ കരിയർ സിനിമയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതെന്നെ വളരെയധികം സഹായിച്ച ഒന്നാണ് എന്ന് എനിക്ക് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് ഇഷ്ക് എന്ന് പറയുന്ന സിനിമയിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കരിയർ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ എനിക്ക് ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് അസിസ്റ്റന്റ് എന്നുള്ള പദവിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതിനുശേഷമുള്ള 11 സിനിമകളിൽ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് മലയാളത്തിൽ സിനിമ ചെയ്യാൻ എനിക്ക് സാധിച്ചു. സിനിമ ഒരിക്കലും നമുക്കൊന്ന് പറഞ്ഞു നിന്ന് പഠിക്കാൻ കഴിയുന്നൊരു സംഭവമല്ല സിനിമ എന്ന് പറയുന്നത്. അത് ഇവിടെ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അത് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ തന്നെയായിരുന്നു ഇവിടുത്തെ ഒരു ഓവറോൾ കോഴ്സിൻ്റെ ഡിസൈനും സിലബസും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. ചെറിയൊരു സ്റ്റോറി ത്രെഡ് മുതൽ അതിൻ്റെ ഒരു ഫൈനൽ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് വരെ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നതായിരിക്കും, അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കും. നമുക്കതിന് വ്യക്തമായൊരു ഫാക്കൽറ്റി ഗൈഡൻസ് ഉണ്ടായിരിക്കും. അതോടുകൂടി തന്നെ അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജുകളെല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഷോർട്ട് ഡിവിഷൻസ് ആയാലും അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺസ് ആയാലും അതിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലായാലും അത് കഴിഞ്ഞ് അതിൻ്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജ് ആയാലും എഡിറ്റിംഗ്, ഗ്രേഡിങ്, ഡബ്ബിംഗ്, SFX എല്ലാം നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കുകയായിരുന്നു. ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആക്ഷൻ കണ്ടിന്യൂറ്റി നോക്കുക എന്നുള്ളത് വലിയൊരു ഉത്തരവാദിത്വമാണ്. അത് വളരെ എളുപ്പത്തിൽ അച്ചീവ് ചെയ്യാനും ആദ്യത്തെ 2-3 ദിവസങ്ങളിലുണ്ടായിരുന്ന കുറച്ച് ടെൻഷൻസും ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം പതുക്കെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായി വന്നു. 50 പഠിക്കുമ്പോഴാണെങ്കിൽ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ എഡിറ്റിങ്, ഡബ്ബിങ്, DI എല്ലാത്തിനുമുള്ള ഒരു സജ്ജീകരണം വിഫ്റ്റിലുണ്ട്. വിഫ്റ്റിലെ മൊഡ്യൂൾ അനുസരിച്ച് ഇവിടുത്തെ കോഴ്സുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് കൂടുതലും പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ്. അപ്പം നമ്മൾ പ്രാക്ടിക്കലി സിനിമ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ സെറ്റിൽ ചെല്ലുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം തന്നെ അത് ജസ്റ്റ് ഷൂട്ട് ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് എഡിറ്റ് ചെയ്ത് അതിൻ്റെ സൗണ്ട് മിക്സിങ്ങും ഡബ്ബിങ്ങും എല്ലാം പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഇവിടെ തന്നെ നമുക്കൊരു കൃത്യമായ തിയേറ്റർ ഫെസിലിറ്റി ഉണ്ട്. അവിടെ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണുകയും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്ത വർക്ക് ഒരു ബിഗ് സ്ക്രീനിൽ കണ്ട് അതിൻ്റെ കുറവുകളും പോരായ്മകളും നമ്മൾ തന്നെ വിലയിരുത്തി പഠിക്കുന്നത് നമുക്ക് വളരെയധികം അഡ്വാൻറ്റേജസ് ആയ ഒരു പ്രോസസ്സാണ്. ആനിമേഷൻ സെലക്ട് ചെയ്യുമ്പോൾ എനിക്കൊരു കൺസേൺ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്രോയിങ് അത്ര വലുതായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പോൾ 50 വന്ന പിന്നെയാണ് എനിക്ക് ഡ്രോയിങ് തൊട്ട് ബേസിക് ക്ലാസ്സസ് തുടങ്ങിയത് കൊണ്ടാണ് എനിക്ക് 2Dയും 3Dയും VFX എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റിയത്. 50 തന്നെ പ്രൊഡക്ഷനിലുള്ള ഇരവൻ എന്ന് പറഞ്ഞ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ പല ഫുട്ടേജസിലും എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലാസ് കഴിയാൻ 2 മാസം ഉള്ളപ്പോൾ തന്നെ ഞാൻ ഒരു കമ്പനിയിൽ പ്ലേസ് ആയിരുന്നു. തിങ്കളാഴ്ച നിശ്ചയത്തിലാണ് ഞാൻ ഫസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തത്. ആ പടത്തിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് പുതുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല ആ സെറ്റിൽ, എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. അതന്നെയാണ് എനിക്ക് വിഫ്റ്റിന്ന് കിട്ടിയുള്ള എക്സ്പീരിയൻസ്. ഞാനത് കഴിഞ്ഞിട്ട് 2-3-4 പടങ്ങൾ വർക്ക് ചെയ്തായിരുന്നു, അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിഫ്റ്റ് പ്രൊഡക്ഷൻ എന്ന് തന്നെ ഒരു പടം ചെയ്തായിരുന്നു ഇരവ്. ഞങ്ങൾ 3 സിനിമാഗ്രാഫേഴ്സും 2 ഡയറക്ടേഴ്സും കൂടി ചേർന്ന് ചെയ്തൊരു പടമായിരുന്നു. അത് സിനിമ ഷൂട്ട് കഴിഞ്ഞു, പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞു, അത് റിലീസ് ആവാൻ വേണ്ടി ഇരിക്കുകയാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചിട്ട് അവിടെ നിന്ന് തന്നെ നമുക്കൊരു സിനിമയിൽ അതും ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. സോ നമുക്ക് ഇനിയും ഇവിടെ അങ്ങനത്തുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്. സ്വന്തമായിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഉണ്ട്. സോ പഠിച്ചിറങ്ങുന്നവർക്ക് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ തന്നെ പടം പിച്ച് ചെയ്യാം. നമുക്ക് ഹയർ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, AD RED പോലെയുള്ള എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന്റെ ഉപയോഗങ്ങൾ എന്താണ്, ക്രെയിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ആ ഷോട്ടിന് വരുന്ന മാറ്റം, എങ്ങനെ ഒരു ഡൈനാമിക് ഷോട്ട് നമുക്കത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം, മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതെല്ലാം ഞാൻ പഠിച്ചത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ഒരു 4 മൂവീസിൽ അസിസ്റ്റന്റ് സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു മൈൽ സ്റ്റോൺ പറയുകയാണെങ്കിൽ കാതൽ ദിക്കോറിൽ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ, ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഫിലിം മേക്കിങ്ങിൽ ഡയറക്ഷനും സിനിമറ്റോഗ്രാഫിയും ഉണ്ട്, അതുപോലെ എഡിറ്റിംഗ്, VFX, സൗണ്ട്. ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോർഡിനേഷൻ ഭയങ്കരമായി ഹെൽപ്ഫുള്ളായി. കാരണം ഇങ്ങനെ ഒരു കോർഡിനേഷനിലാണല്ലോ ഒരു ഫിലിം ഉണ്ടാകുന്നത്. ഇതൊക്കെ നമ്മൾ ഉള്ളിലുള്ള ഫിലിം മേക്കറിനെ പുറത്തെടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഇന്നെനിക്ക് ഇൻഡസ്ട്രിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള നോളജും കോൺഫിഡൻസും ഉണ്ട്. വിഫ്റ്റ് എന്നെ അതിന് പ്രാപ്തമാക്കി എന്ന് എനിക്ക് പറയാനാണ്. വിഫ്റ്റിൽ പഠിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള അലുമിനി സർക്കിളാണ്. 2012 ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഒരു വലിയൊരു സർക്കിൾ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബിൽഡായിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി കിടക്കുന്നൊരു സർക്കിളുമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ കയറി കഴിഞ്ഞാൽ ഒരു സൈഡിലല്ലെങ്കിൽ മറ്റൊരു സൈഡിൽ ഒരു വിഫ്റ്റ് അലുമിനിയം നമുക്ക് പരിചയപ്പെടാനും സാധിക്കും. എൻ്റെ ഡിപ്ലോമയുടെ ഫൈനൽ പ്രോജക്റ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്നേ ഉള്ളൂ. ആ പ്രോജക്റ്റിന് മുന്നേ തന്നെ എനിക്ക് ഇപ്പോൾ ഫിലിമിൽ വേണ്ടി അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ എന്തുകൊണ്ടും സിനിമ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിഫ്റ്റ്.